അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം നമ്മുടെ ജീവിതത്തിൽ ദിനേന രാവിലെ മുതൽ രാത്രി വരെ എത്രയെല്ലാം ദോഷങ്ങൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന, അതൊന്നും നാം ഗൗരവത്തോടു കൂടെ കാണുന്നില്ല. അത് വല്ലാത്തൊരു ഖേദകരമായ, ദുഃഖകരമായ ഒരു വിഷയമാണ്. ഒരു ദോഷം ചെയ്യുക, ഒരു പാപം ജീവിതത്തിൽ വരിക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നാം അറിയാതെ എത്രയോ നാശം അതുകൊണ്ട് നാം നേരിടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം, ഒരാൾ ഒരു ദോഷം ചെയ്താൽ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്താണെന്ന് വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ആദ്യമായി ഇദാ അദ്നബൽ അബ്ദു ദംബൻ ഖദ് അസ്ഖതല്ലാഹു വഹുവ ഖാദിറുൻ അലൈഹി. അല്ലാഹു ദേഷ്യപ്പെടുകയാണ്. ഒരാൾ ദോഷം ചെയ്യുമ്പോൾ അതോടുകൂടെ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അള്ളാഹു അവനോട് ദേഷ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് അത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. അവന് നമ്മെ ദേഷ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് ആരുണ്ട് ഇവിടെ? ആര് നമ്മെ രക്ഷപ്പെടുത്തും? പക്ഷേ അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് ഇത്രയും കാലം ഇത്രയെല്ലാം ദോഷങ്ങൾ ചെയ്തിട്ട് പോലും നമ്മളൊന്നും അള്ളാഹു ചെയ്യാതെ ഇങ്ങനെ വെറുതെ വിടുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നാം ചതിപ്പെടരുത്. റബ്ബ് എന്തിനും അധികാരമുള്ളവനാണ്. അപ്പോൾ അവനൊരിക്കലും നാം ദേഷ്യപ്പെടുത്തരുത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. രണ്ടാമതായി ഒരാൾ ദോഷം ചെയ്താൽ ഫറഹ ഇബ്ലീസു ലഅനഹുല്ലാഹ്, ഇബ്ലീസ് സന്തോഷപ്പെടുകയാണ്. അതെ, ഒരാൾ എങ്ങനെ ഒരു ദോഷം ചെയ്ത് കിട്ടുക എന്നിങ്ങനെ അവന് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ദോഷം ചെയ്യുമ്പോൾ അതെ, അള്ളാഹുവിൻ്റെ ശത്രുവായ നമ്മുടെ ശത്രുവായ ഇബ്ലീസ് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. ഒരിക്കലും പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകളെ കൊണ്ട് ഇബ്ലീസ് ഒരിക്കലും സന്തോഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അത് ജീവിതത്തിൽ വലിയൊരു നാശമാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, തബാഅദ മിനൽ ജന്ന, അവൻ സ്വർഗത്ത് നിന്ന് വിദൂരമാവുകയാണ്. ഓരോരു ദോഷം ചെയ്യുമ്പോൾ എങ്ങനെ സ്വർഗത്തു നിന്ന് അവൻ വിദൂരമാവുകയാണ്. ചിലപ്പോൾ നാം ചെറിയ ദോഷമല്ലേ, ചെറിയ പാപമല്ലേ എന്ന് നാം കരുതുന്നു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് ചെറുതല്ല. നാം ഇങ്ങനെ ചെറിയ ദോഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ്, അതെ, നമ്മുടെ ആ ഹൃദയം ഇങ്ങനെ കടത്തു പോവുകയാണ്. അതെ, സ്വർഗത്തിനോടുള്ള ആ അടുപ്പം ഇല്ലാതെയായി പോവുകയാണ്. ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. അതേപോലെ നാലാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, തഖറബ മിനന്നാർ, സ്വർഗത്തു നിന്ന് വിദൂരമാവുക എന്ന് പറയുമ്പോൾ പിന്നെ അവൻ എവിടേക്കാണ് അടുക്കപ്പെടുന്നത്? നരകത്തിലേക്കാണ്. ഒരു ദോഷം ചെയ്യുമ്പോൾ നരകത്തിലേക്കാണ് അവൻ അടക്കുക. രണ്ടാമതായി ഒരു ദോഷം ചെയ്യുമ്പോൾ ഒന്നും കൂടി അവൻ അടുത്തു. മൂന്നാമതായി ചെയ്യുമ്പോൾ ഒന്നും കൂടി നരകത്തിലേക്ക് അവൻ അടുക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ദിനേന പലപ്പോഴും നാം ചെയ്യുന്ന ചെറിയ ദോഷങ്ങളെ കൊണ്ട് നാം ഇങ്ങനെ നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തു നിന്ന് വിദൂരീകരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരാളൊരു ദോഷം ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത് അവൻ്റെ ശരീരത്തിനെ അവൻ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ദോഷം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? നമ്മുടെ ശരീരത്തിനെ നാം നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നാം തന്നെ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഖേദകരമായ വിഷയമാണല്ലോ. അതിൽ നിന്ന് വിട്ടുനിന്നാലല്ലേ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, നജസ നഫ്സഹു വഖദ് ഖാന ത്വാഹിറ, അവൻ്റെ ശരീരത്തിനെ അവൻ മാലിന്യപ്പെടുത്തി. ഈ ശരീരം എന്നുള്ളത് അത് വല്ലാത്ത ശുദ്ധിയാണ്, വല്ലാത്ത പരിശുദ്ധിയുള്ളതാണ്. അതിനെ ദിനേന നാം ഇങ്ങനെ ശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും. പക്ഷെ ഓരോരോ ദിവസം ഇങ്ങനെ ദോഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനെ നാം ഇങ്ങനെ നജസാക്കുകയാണ്, അതിനെ അശുദ്ധിപ്പെടുത്തുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്താണ്. വളരെ ഗൗരവത്തോടു കൂടെ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്നഹു ഖദ് ആദൽ ഹഫ്ളത, ഓരോരു ശരീരത്തിനെ നാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും സൂക്ഷിക്കാനും അത് നിയന്ത്രിക്കാനൊക്കെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെ നിയന്ത്രിക്കാനും
ഹഫളത്തീങ്ങളായ മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ഇങ്ങനെ ദോഷം ചെയ്യുമ്പോൾ മലായിക്കങ്ങളും കൂടി വിഷമിക്കുകയാണ്. കാരണം അവർക്ക് അള്ളാഹുവിനെ മാർഗ് കാണിച്ച് ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു, അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള മലായിക്കങ്ങളും കൂടെ നമ്മെ വെറുക്കുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, കഥ അഹ്ദന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി. ഇത് വല്ലാത്തൊരു വിഷയമാണ്. ഒരു മുഅ്മിൻ മുത്തുനബിയുടെ ഒരു ഉമ്മത്തി ഒരു ദോഷം ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബർ ഷരീഫിൽ ഇരുന്നു കൊണ്ട് മുത്തുനബി ഇങ്ങനെ വിഷമിക്കുകയാണ്. മുത്തുനബിക്ക് ഉമ്മത്തിങ്ങളുടെ എല്ലാ അമലുകളെ കാണിക്കപ്പെടുമല്ലോ. ഖുർആനൊക്കെ അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നാം ഇവിടെ നിന്ന് ഒരു ദോഷം ചെയ്യുമ്പോൾ മുത്തുനബി നമ്മെക്കുറിച്ച് വിഷമിക്കുകയാണ്, ബേജാറാവുകയാണ്. പാവം ആ മുത്തുനബി നമ്മളെ കൊണ്ട് ബേജാറാവുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വിഷയമാണല്ലോ. മുത്തുനബി നാം എന്നും സന്തോഷിപ്പിക്കേണ്ടവരല്ലേ, വിഷമിപ്പിക്കരുത്. മുത്തുനബിക്ക് നാം എന്നും സന്തോഷമാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ദോഷം ചെയ്യുമ്പോൾ അങ്ങനെയൊരു ഭവിഷ്യത, അങ്ങനെയൊരു നാശം അതിലൂടെ ഉണ്ട് എന്ന് നാം ഓർക്കണം. അവസാനമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നാം ഒരു ദോഷം ചെയ്യുമ്പോൾ കേവലം ആരുമില്ല എന്ന് നാം കരുതുകയാണെങ്കിലും പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എത്രയോ നമ്മളെ മുമ്പിലുണ്ട്, അവരൊക്കെ കാണുകയാണ്. പ്രത്യേകിച്ച് നാം ഏത് സ്ഥലത്താണോ അമല് ചെയ്തത് ആ സ്ഥലം അത് സാക്ഷിയാണ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ അതൊക്കെ നമുക്ക് കേടായി സാക്ഷി നിൽക്കും. നമ്മുടെ ശരീരങ്ങൾ സാക്ഷി നിൽക്കും. നാം ആരും കാണുന്നില്ല എന്ന് നാം ധൈര്യപ്പെടുകയാണ്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെയും അവകൾ കാണുകയാണ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ അവകളൊക്കെയും സാക്ഷ്യപ്പെടുകയാണ്. നമുക്ക് കേടായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ അവർ സാക്ഷി നിൽക്കുകയാണ്. അത് വല്ലാത്തൊരു ദുഃഖകരമായ വിഷയമാണല്ലോ. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു ദോഷം ചെയ്യുമ്പോൾ, ഒരു പാപം ചെയ്യുമ്പോൾ എത്രമാത്രം അതിൻ്റെ പേരിൽ നാം ഭവിഷ്യത അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവത്തോടു കൂടെ നാം ഓർക്കണം. നാം ചെറിയ പാപമല്ലേ, അത് ചെറുതല്ലേ, അതൊന്നും വിഷയമല്ല എന്ന് നാം കരുതുന്നു. അങ്ങനെയല്ല. ഒരു ദോഷം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ ധാരാളം നാശങ്ങൾ നാം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് നാം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപത്തു നിന്നും വിട്ടു നിൽക്കാൻ ആ വലിയ തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.